ഇപ്പം നമ്മുടെ സമൂഹത്തിന്റെ ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ആയ ഒരു പെൺകുട്ടി അങ്ങനെ തന്നെ വീട്ടിലിരിക്കണം. പക്ഷെ ഇതിൽ പറയുന്ന കേസ് ഡിവോഴ്സിൽ ഫസ്റ്റ് റീസൺ കുട്ടി പുള്ളിയുടെ അല്ല എന്നായിരുന്നു. ഒരു വീട്ടില് 3 മരുമക്കൾ ഒളിച്ചോടിയെങ്കിൽ ആരുടെ കുഴപ്പം കൊണ്ടായിരിക്കും? ഹീൽ ചെയ്യാൻ ഒരാണ് കൂടെ വേണമെന്നില്ല നമുക്ക്. എൻ്റെ ഹസ്ബൻഡിന്റെ സെക്കൻഡ് ഭാര്യ, പുള്ളിക്കാരി എന്തുകൊണ്ടായിരിക്കും ഫസ്റ്റ് ഭാര്യയുടെ അടുത്ത് വന്ന് നിൽക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഉറപ്പായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നിന്റെ ഫാദർ ഒരു ശത്രുത എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കേസ് മാത്രമേ ഉള്ളൂ. കാരണം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്നെ സ്നേഹിച്ചിട്ടുമുണ്ട്. ആ കൊച്ചേ ആരോ കൊച്ചായിരുന്നു, അതെൻ്റെ മോനെ തല കയറ്റി വെച്ചു. അതായത് ഞാൻ പിഴച്ചു പെറ്റുവെന്ന്. അപ്പൊ നമ്മൾക്ക് അറിയത്തില്ല ഇപ്പോൾ അവർ അപ്രോച്ച് ചെയ്യുന്ന രീതി. ഒരു ഫേസ് മാസ്ക് ഇട്ടിട്ടാണോ അവർ നമ്മളോട് കല്യാണം കഴിക്കുന്നതും ആദ്യത്തെ കുറെ നാൾ നമ്മളോട് നിൽക്കുന്നത്? അത് പറയാൻ ഞാൻ ആളല്ല, കാരണം എനിക്ക് അറിയത്തില്ല. അത് ഇവന്റെ ഒരു ദിവസം വൈശാഖിന്റെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, വെള്ളം അടിച്ചിട്ട്, എടാ നിന്റെ അല്ലടാ കൊച്ചെന്ന്. പുള്ളിയുടെ ആണെന്ന് ഞാൻ സമ്മതിപ്പിക്കാൻ വേണ്ടി പോയി DNA എടുക്കണോ? ചേട്ടൻ എക്സ് ഉണ്ടായിരുന്നില്ലേ? നിന്റെ പേര് തന്നെ സത്യം പറ. ഈ ഡയലോഗ് ഞാൻ എവിടെയാ കേട്ടിട്ടുണ്ട്? റിലേഷൻസോ? KSRTC ഓർമ്മയുണ്ടല്ലോ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ.